കൊടിക്കുന്നിൽ സുരേഷ് എപ്പി മീഡിയ ഒന്നുമായി ചേരുകയാണ്. അഹമ്മദാബാദിലെ സമ്മേളനം സംഘടന വളരെയധികം ശക്തിപ്പെടുത്താനുള്ള തീരുമാനങ്ങളാണ് എടുക്കാൻ പോകുന്നതെന്നാണ് അറിഞ്ഞത്. ഈ DCC പ്രസിഡന്റുമാർക്ക് കൂടുതൽ അധികാരം നൽകുകയും അവരെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് സമിതിയുടെ ഭാഗമാക്കുകയും ചെയ്യുന്നത് എത്രത്തോളം നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ഗുണം ചെയ്യുമെന്നാണ് കരുതുന്നത്? അല്ല, ഇന്നിപ്പോൾ രാവിലെ 10:30 വിശാല അടിസ്ഥാനത്തുള്ള വർക്കിംഗ് കമ്മിറ്റി മീറ്റിംഗ് ചേരുകയാണ്. നാളെയാണ് AICC മെമ്പർമാരുടെ സമ്മേളനം. ഈ രണ്ട് സമ്മേളനത്തിൽ എന്തൊക്കെയാണ് പാർട്ടി നടപ്പാക്കാൻ പോകുന്നത്, പാർട്ടി താഴെത്തട്ടിൽ ശക്തിപ്പെടുത്തുന്നതിനും കരുത്താർജിപ്പിക്കുന്നതിനും ഏതെല്ലാം തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് DCC, ബ്ലോക്ക്, മണ്ഡലം, ബൂത്ത് തലങ്ങളിൽ പാർട്ടി എങ്ങനെ ശാക്തീകരിക്കാൻ കഴിയും എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു കമ്മിറ്റി നേരത്തെ തന്നെ രൂപം നൽകിയിരുന്നു. സുർജയ് ബാലയുടെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റി നിയോഗിച്ചിരുന്നു. അവർ നൽകുന്ന റിപ്പോർട്ടാണ് ഇന്ന് ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത്. ഇന്ന് നാളെയുമായി ആ റിപ്പോർട്ടിൽ DCCകളെ ശാക്തീകരിക്കുന്നതും താഴെത്തട്ടിലുള്ള ഗ്രാസ് റൂട്ട് ലെവലിൽ താഴെത്തട്ടിലുള്ള കമ്മിറ്റികൾ ശാക്തീകരിക്കുമ്പോൾ ഈ അവഗണിക്കുന്ന ഒരു വിഭാഗമുണ്ടല്ലോ, പട്ടികജാതി, പട്ടികവർഗ, OBC, ന്യൂനപക്ഷം, ഇവർക്കുള്ള ഒരു പ്രാതിനിധ്യം എങ്ങനെയായിരിക്കും? അല്ല, എല്ലാ AICC സമ്മേളനങ്ങളിലും SC, ST, OBC മഹിളകൾക്ക് പ്രത്യേക പ്രാധാന്യവും പരിഗണനയും നൽകണമെന്നുള്ള തീരുമാനമെടുക്കാറുണ്ട്. അത് പ്രത്യേകം ചർച്ച ചെയ്യാറുമുണ്ട്. ഈ AICCയിലും തീർച്ചയായും ഈ പോസ്റ്റുകളിൽ വരുമോ DCC അധ്യക്ഷൻ മുകളിലേക്കുള്ള? അല്ല, ഇപ്പോൾ ഉദയ്പൂരിൽ ചേർന്ന AICCയുടെ സമ്മേളനത്തിലും പാർട്ടിയിൽ കൂടുതൽ SC, ST അതുപോലെ തന്നെ OBC മഹിളാ പ്രാതിനിധ്യം ഉണ്ടാകണമെന്ന് ഉള്ള തീരുമാനം എടുത്തിട്ടുള്ളതാണ്. അത് നടപ്പാക്കുന്നതിനെക്കുറിച്ചുള്ള ആ തീരുമാനം നടപ്പാക്കുന്നതിന് കുറിച്ചുള്ള കാര്യങ്ങളും ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നു. ഇപ്പോൾ KC വേണുഗോപാലെ സംസാരിച്ചപ്പോൾ കേരളത്തിൽ പുനഃസംഘടന ഉണ്ടാകുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അത് തള്ളിക്കളയാതെ കേരളത്തിൽ മാത്രമല്ല രാജ്യവ്യാപകമായി പുനഃസംഘടന ഉണ്ടാകുമെന്നാണ് പറയുന്നത്. കേരളത്തിലാണെങ്കിൽ ഈ PCC അധ്യക്ഷന്മാരെ അല്ലെങ്കിൽ DCC അധ്യക്ഷന്മാരെ മാറ്റുന്നത് വർഷങ്ങളായി ചർച്ച ചെയ്യുകയാണ്. ഇതുവരെ ഒരു തീരുമാനത്തിലെത്താൻ കഴിയുന്നില്ല. നേരത്തെ ഈ അവഗണിക്കപ്പെട്ട വിഭാഗങ്ങൾക്ക്, പ്രത്യേകിച്ച് പട്ടികജാതി, പട്ടികവർഗ, പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് അങ്ങനെ ഒരു PCC അധ്യക്ഷനായിട്ടൊക്കെ പരിഗണിക്കാൻ സാധ്യതയുണ്ടോ? AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി പറഞ്ഞത് രാജ്യവ്യാപകമായി പുനഃസംഘടന നടക്കുമെന്ന് പറഞ്ഞെങ്കിൽ അത് തീർച്ചയായും AICCയുടെ ഉത്തരവാദിത്തപ്പെട്ട സംഘടനാ ജനറൽ സെക്രട്ടറി പറഞ്ഞതാണ്. അത് നമുക്ക് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും ഇന്ത്യയിലെ എല്ലാ ഭാഗത്തും നടക്കുന്ന മാറ്റങ്ങൾ കേരളത്തിലും നടക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് കേരളത്തെ മാറ്റി നിർത്താൻ പറ്റത്തില്ലല്ലോ. എന്തായാലും ഇന്നത്തെ നാളെ നടക്കുന്ന വർക്കിംഗ് കമ്മിറ്റി യോഗവും AICC മെമ്പർമാരുടെ യോഗം കഴിയുമ്പോൾ കാര്യങ്ങൾ വ്യക്തം. അവസാനമായി ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോൾ പ്രസംഗത്തിൽ പ്രിയങ്ക ഗാന്ധി ഉണ്ടായിരുന്നില്ല, രാഹുൽ ഗാന്ധി പങ്കെടുത്തില്ല, ഈ സമ്മേളനത്തിലും പങ്കെടുക്കുന്നില്ല. ഈ പ്രിയങ്ക ഗാന്ധിയുടെ ഒരു അഭാവം എങ്ങനെയായിരിക്കും ഒരു സമ്മേളനം ഇതിലുണ്ടാകും? ഇല്ല, അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാൻ കഴിയില്ല. അവർ പ്രിയങ്കാജി ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യത്തെക്കുറിച്ച് പോലും എനിക്ക് വിവരമൊന്നും കിട്ടിയിട്ടില്ല. എന്തായാലും മീറ്റിംഗ് തുടങ്ങുമ്പോൾ, വർക്കിംഗ് കമ്മിറ്റി മീറ്റിംഗ് തുടങ്ങുമ്പോൾ മാത്രമേ അറിയാൻ പറ്റൂ ആരൊക്കെ പങ്കെടുക്കുന്നില്ല എന്ന് എത്തിച്ചേരുമെന്ന് അറിയാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. എന്തായാലും ഞങ്ങൾ ഇന്നലെ രാത്രി വന്നേ ഉള്ളൂ. ഇപ്പോൾ സമ്മേളന സ്ഥലത്തേക്ക് പോകാൻ പോകുന്നേ ഉള്ളൂ. എല്ലാം സംഘടനയിൽ വളരെ ശക്തമായ മാറ്റം വരുന്നതിന് വേണ്ടിയുള്ള ഒരു തീരുമാനങ്ങൾ തന്നെയായിരിക്കും ഇവിടെ അഹമ്മദാബാദിൽ ഉണ്ടാകുക. ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞത് നേരത്തെ KC വേണുഗോപാൽ പറഞ്ഞതിൻ്റെ ഒരു ബാക്കിയായിട്ട് തന്നെയാണ്. അതായത് പുനഃസംഘടന ഉണ്ടാകും. ആ പുനഃസംഘടനയ്ക്ക് കേരളത്തിൽ നിന്ന് മാത്രമായി മാറി നിൽക്കാനാവില്ല, കേരളത്തിലും പുനഃസംഘടന ഉണ്ടാകും എന്നുള്ള സൂചന തന്നെയാണ് ഈ നേതാക്കന്മാർ അഹമ്മദാബാദിൽ നൽകുന്നത്. അതുൽ ചന്ദ്രനൊപ്പം D. ധനസുമോ, മീഡിയ 1.